Hi, hello everyone. അപ്പോൾ നമ്മുടെ ഗ്രാമർ പോർഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ 9th-ന്റെ 3rd and 4th യൂണിറ്റിലെ ഗ്രാമർ പോർഷൻസ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന കണ്ടന്റ്സ് മാത്രമേ നമ്മൾ പറയുന്നുണ്ടാവുള്ളൂ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇത് നമുക്ക് 9th-ലെ നമ്മുടെ 3rd യൂണിറ്റ് അതിൽ വരുന്ന ഒരു ചെറിയൊരു ഗ്രാമർ പോർഷൻ ആണ്. So we'll just discuss. ഇതിൽ നമുക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദിസ് സെന്റൻസ് യു ക്യാൻ ജസ്റ്റ് സീ ദി തിങ്സ്. ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് we have with this column noun phrase and verb phrase. So noun phrase എന്താണ്, verb phrase എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്ക്രൈബ് ചെയ്യുക. ഇപ്പം നൗൺ ഫ്രേസ് അതുപോലെ തന്നെ verb phrase എന്ന് പറയുമ്പോൾ നമുക്കതിനെ വേറൊരു പേരിൽ നമുക്ക് വിളിക്കാം സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആയിട്ട് വരിക. Okay, so for example, if you are taking a sentence, ഇതിന് വേറൊരു പേരെന്നുള്ള രീതിക്ക് we can use juice, subject and predicate. Okay, subject and predicate. ഇവിടെ നമുക്ക് അങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് ഈസ് ഓൺ ദി സബ്ജക്ട് പൊസിഷൻ. ഇറ്റ് ക്യാൻ ബി എ നൗൺ. ഒരു നൗൺ ഫോമിൽ വരുന്ന സബ്ജക്ട് പൊസിഷനിൽ വരുന്ന സാധനങ്ങളെ ആയിരിക്കും we call it as subject or noun. And now to the predicate. Predicate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ സബ്ജക്ട്, ആഫ്റ്റർ ദി നൗൺ നമുക്ക് എന്താണോ ഉള്ളത്, സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് വേർബ്. ഇപ്പം നമ്മൾ ഷീ ഈസ് ഗോയിങ് ടു ചർച്ച്, അപ്പോൾ അവിടെ ആ ഷീ ഈസ് ഗോയിങ് എന്നുള്ളത് അപ്പുറത്തോട്ടുള്ള ബാക്കി ഭാഗം മുഴുവൻ ഇറ്റ് കംസ് അണ്ടർ ദി predicate part. All right, so that is all about that thing. Now we'll just go for some examples. Yeah, sorry, there are some examples. If you are taking this as an example, I haven't. Okay, we must discuss this calmly. Okay, if this is a sentence, or if you are taking this sentence, I strongly oppose this plan. So here we have I is a noun phrase. It is in the subject position, and baki the rest of the portion that comes under verb phrase. So ആദ്യത്തേത് I എന്ന് പറയുന്നത് സബ്ജക്ട് പൊസിഷൻ നൗൺ ആണ്, അതാണ് സബ്ജക്ട് പൊസിഷനിൽ വരുന്നത്. സോ ഇറ്റ് ഇസ് എ നൗൺ ഫ്രേസ്. ആൻഡ് ബാക്കി റെസ്റ്റ് ഓഫ് ദി പോർഷൻ സ്റ്റാർട്ടിങ് ഫ്രം ദി വെർബ്, ബാക്കിയുള്ള നൗൺ അല്ലാണ്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസിനെയാണ് we call it as predicate. സോ അത്രയേ ഉള്ളൂ അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതനുസരിച്ച് we can just do. നമുക്ക് അതിന് ഓരോന്നിനും ഓരോ ക്ലാസിഫിക്കേഷൻസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ I എന്നുള്ളത് ഇറ്റ് കംസ് അണ്ടർ നൗൺ. ഇവിടെ നമുക്ക് 4 വേർഡ്സ് ഉണ്ട് അല്ലേ. സ്ട്രോങ്ലി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ verb, it is a word that is describing a verb. സോ അതുകൊണ്ട് അത് adverb കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. ദെൻ oppose എന്ന് പറയുന്നത് here it is a verb, and finally to the end it is another noun phrase. Okay, it comes as a object. It is a noun phrase in the place of object. Okay, so that is it. Now we are moving on to the next category. We have adverbs. Okay, adverbs means words that are used to describe verbs. So those are called as adverbs. For example, if you are taking this as an example, they are starting work tomorrow. So the work is going to start tomorrow. So tomorrow is the adverb here. And now Dikshit and Sagar look around in panic. So around, looking, it is a verb, and some word is added to make that verb more good. So adineയാണ് നമ്മൾ we call it as around. So it is a adverb. Now when you are considering this, Rudradapa and Kannan are talking excitedly. It is a word. Excitedly is a word that describes talking. So it is an adverb. So when we are using adverb, it can satisfy 3 conditions. അതിന് 3 തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റും. ഒന്ന്, it can show how. ഫോർ എക്സാമ്പിൾ വി ലിവ് പീസ്ഫുള്ളി. ഹൗ ആർ യു ലിവിങ് എന്ന് പറയുമ്പോഴേക്കും അതിനുള്ള ഒരു ആൻസറാണ് ഞങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുന്നത്. അപ്പം എങ്ങനെ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് adverb ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെൻ എന്നുള്ളതിൻ്റെ ആൻസർ നമുക്ക് adverb-ലൂടെ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആനന്ദ് കെയിം യെസ്റ്റർഡേ. ആനന്ദ് ഇന്നലെ എപ്പോൾ വന്നു? ഇന്നലെ, യെസ്റ്റർഡേ വന്നു. സോ adverbsന്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ, വേറൊരു യൂസേജ് ആണിത്. ആൻഡ് ഇവിടെ വേർ നമുക്കുണ്ട്. ഐ ലുക്ക്ഡ് അറൗണ്ട്. വേർ എവിടെയാണ് ഇവർ നോക്കിയത്? ഞാൻ ചുറ്റും നോക്കി. സോ ഇറ്റ് ഡിനോട്ട്സ് ദി നെയിം ഓഫ് എ പ്ലേസ് ടു. അപ്പോൾ നമുക്ക് adverb-ലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെൻ, വേർ ആൻഡ് ഹൗ. ഈ 3 കാര്യങ്ങൾ നമുക്ക് adverb എന്ന് പറയുന്ന ഒരു ഇതിലൂടെ, ഒരു പാർട്സ് ഓഫ് സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നൗ
ഇവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെർബ് ഫ്രേസിൻ്റെയും അതുപോലെ തന്നെ നൗൺ ഫ്രേസിൻ്റെയും ഓരോ സെൻറ്റൻസുകൾ തന്നിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നൊക്കെയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നൗ വി ഹാവ് സം മോർ സെൻറ്റൻസസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇവിടെ എത്ര തന്നെയുള്ളൂ നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേറെ കുറച്ച് യൂസേജസ്. ദീസ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു റിക്വസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഹൗ ക്യാൻ യു മേക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിക്വസ്റ്റ്, പല തരത്തിലുള്ള റിക്വസ്റ്റുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദീസ് സെൻറ്റൻസസ്. യു മസ്റ്റ് ടോക്ക് ടു ചിൽഡ്രൻ. ഹൗ ക്യാൻ യു മേക്ക് ദാറ്റ് ഇൻ ടു എ റിക്വസ്റ്റ്? പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. നമ്മളോട് തന്നിരിക്കുന്ന ഈ ഒരു സെൻറ്റൻസിന് എങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ഫോമിലേക്ക് ആക്കി കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒന്ന് കുട്ടികളുടെ അടുത്തൊന്ന് സംസാരിക്കാമോ, പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ, കുഡ് യു പ്ലീസ് ടോക്ക് ടു ദ ചിൽഡ്രൻ. സെക്കൻഡ് ഫോമാണ്, വേറൊരു തരത്തിൽ നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് ഇതിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വുഡ് യു മൈൻഡ് ടോക്കിംഗ് ടു ദ ചിൽഡ്രൻ? നിങ്ങൾക്ക് കുട്ടികളോട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതാണ് വേറൊരെണ്ണം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇത്ര തന്നെ ഉള്ളൂ, ഇതങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. നൗ വി ഹാവ് അനദർ തിങ്. ഇവിടെ നമുക്ക് അടുത്ത യൂസേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഡ് ബെറ്റർ. ഇറ്റ് ഈസ് എ യൂസേജ്. ഇവിടെ നോക്കിയേ, ഹാഡ് ബെറ്റർ പ്ലസ് വെർബ്. വെൻ വി ആർ യൂസിങ് എ തിങ്, ഹാഡ് ബെറ്റർ നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ കൂടുതൽ വി ഷുഡ് ഹാവ് ടു യൂസ് എ വെർബ്, ഹാഡ് ബെറ്റർ. ഹിയർ വി ഹാവ് എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട്. You had better find out. So here is had better and we should have to use a verb with that. And what is the usage of this had better? എന്തിനാണ് നമ്മൾ had better യൂസ് ചെയ്യുന്നത്? ഒന്നുകിൽ ഒരു അഡ്വൈസ് കൊടുക്കാൻ, ഒരു ഉപദേശം കൊടുക്കാൻ, അതല്ല എങ്കിൽ നമ്മൾക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു റെക്കമെൻഡേഷൻ കൊടുക്കണം. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു സജഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. ഇനി അതുമല്ല നമ്മൾ എന്തെങ്കിലും ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, അതിനൊക്കെ നമ്മൾ ഹാഡ് ബെറ്റർ പ്ലസ് വെർബ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് എ യൂസേജ് ഓഫ് ഹാഡ് ബെറ്റർ. നൗ വി ഹാവ് സം parts of we have some phrasal verbs. You just have to add the appropriate phrasal verb here. It's not a big deal. നമുക്ക് phrasal verbs ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. Alright, so that is all about this unit. ഇത്തരത്തിൽ നമ്മൾ അകപ്പാടെ നമുക്കിവിടെ നോക്കാനുള്ളത് ഏതാണ് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്, noun phrase as well as verb phrase. അതാണ് നമ്മൾ ഇതിൽ നോക്കിയിട്ടുള്ളത്. സബ്ജക്റ്റ് പാർട്ടിൽ വരുന്ന നൗണ്, അതാണ് നമ്മുടെ നൗൺ ഫ്രേസ്. ബാക്കിയുള്ള സെൻറ്റൻസ് വി കൺസിഡർ ഇറ്റ് ആസ് verb phrase. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ വി ജസ്റ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഷുഡ് ബി വിത്ത് എ verb. അത് നമ്മൾ ഹാഡ് ബെറ്റർ നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഫോർ ആൻ അഡ്വൈസ്, അതല്ല എങ്കിൽ ഒരു റെക്കമെൻഡേഷൻ, അതുമല്ല എങ്കിൽ ഒരു സജഷൻ ഓർ വാർണിംഗ്. ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ ഹാഡ് ബെറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ phrasal verbs മാത്രം. You can just study the meanings of phrasal verbs and then you will be able to match it correctly. Okay, so that is all about this unit. നമുക്ക് ഇതിൽ അങ്ങനെ ഒരുപാട് ഗ്രാമർ പോർഷൻസ് ഒന്നും നമുക്ക് വരുന്നില്ല, അത്ര തന്നെ ഇതിൽ വരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ 4th യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമുക്ക് വളരെ കുറച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുത്ത് പോകാവുന്ന ടൈപ്പ് കുറച്ച് ഗ്രാമർ പോർഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ വരുന്നതാണ് മോഡൽ ഓക്സിലറീസ്. ഓക്കെ, എല്ലാവരും തന്നെ അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും മോഡൽ ഓക്സിലറീസ് അല്ലേ? ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഔട്ട് ടു, നീഡ് ടു, ഹാവ് ടു, ഇത്തരത്തിലുള്ള മോഡൽ ഓക്സിലറീസ് നമുക്ക് അറിയാം. അപ്പം അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ കുറച്ച് മോഡൽ ഓക്സിലറീസ് മാത്രമായിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് എക്സാമ്പിൾ, ഹിയർ എ ഫംഗ്ഷൻ ഇസ് ഗിവൺ. ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വി ഷുഡ് ഹാവ് ടു ഐഡന്റിഫൈ ഏതാണ് അതിന് പറ്റുന്ന മോഡൽ ഓക്സിലറി, ഏത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള സെന്റൻസസ് മേക്ക് ചെയ്യുക. നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. സോ ഹിയർ first one is from the sentence, I can carry the baggage. I can carry the baggage, which means he can do. So it shows an ability. So ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് it is can. പറ്റും, I can do that. Okay, now we are asking for a permission. What if we are asking for a permission? നിങ്ങൾ ക്ലാസ്സിലേക്കൊക്കെ എൻട്രി ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ഒരു പെർമിഷൻ ഉണ്ടല്ലോ. What is that? May I come in ma'am? അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കുക. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? May I come in ma'am? May I come in? May I come in? So അവിടെ നമുക്ക് യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് it is may. Okay, now request. Okay, so what can be used in the request? ഒരു request formula, what can you ask? Okay, ഒന്നുകിൽ നമുക്ക് we can just use can you please give me a pen. ഒന്നുകിൽ നമുക്ക് can യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ could you lend me a pen? Could or can. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. Can or could. Can or could നമുക്ക്
can അല്ലെങ്കിൽ could അവിടെ യൂസ് ചെയ്യാം. Then here is offer. If you are offering something അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഓഫർ ചെയ്യാണ്, I will come there if I get that. I will come, I will give you, which means I will, ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യും. So it denotes future. So for future we'll be using will. Okay, to denote an offer. I will come. Okay, so I will come. Now we have prediction. What will you do for a prediction? He may go there. We can just use may, or might. We can just use might. He might go there. May or might നമുക്ക് യൂസ് ചെയ്യും. എന്നാലും കൂടുതൽ appropriate ആയിട്ടുള്ളത് might ആണ്. He might go there. ചിലപ്പം അവനവിടെ പോവായിരിക്കും. Then we have obligation or compulsion. So for that we'll be using the auxiliary must. You must do that. Must do that. You must study. Okay, you must study, which means you have to do that. It is compulsory to study. അപ്പം അത്രയുമാണ് നമ്മുടെ മോഡൽ ഓക്സിലറീസിന്റെ ആ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പം മോഡൽ ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ the express ability, ഒന്നുകിൽ ഒരു എബിലിറ്റി, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എബിലിറ്റി, then certainty, when you are sure about something, then അതിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോബബിലിറ്റി, ചാൻസസ്, ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യാൻ ചാൻസസ് ഉണ്ട്, there are possibilities for raining. അപ്പം അങ്ങനെയുള്ളതിനും അതുപോലെ തന്നെ possibilities or chances, probability, ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഈ പറഞ്ഞ ഇത് ഉപയോഗിക്കാം. Alright. ഇനി models are also used for asking permission, making requests, offers, giving advice and so on. അപ്പം മോഡൽസിന് ഇതുപോലെ വേറെ ഒരുപാട് ജോലികളുണ്ട്. ഒന്നുകിൽ അഡ്വൈസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഓഫേഴ്സ് പറയാൻ വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നമുക്ക് എന്തിനാ യൂസ് ചെയ്യാം? മോഡൽ ഓക്സിലറീസിനെ, മോഡൽസിനെ നമുക്ക് use ചെയ്യാം. Okay, so that is all about it. ഇവിടെ നമുക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. Shall I meet John C. doctor? So ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് shall ആണ്. Then John C. can recover soon. So ഇവിടെ can എന്നുള്ളത് it shows an ability. Can ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓക്സിലറി. Can I give her some milk? Can, ചെയ്യാമോ? ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഓക്സിലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is can. Okay, then she may like your company. May is an auxiliary verb. അവർക്ക് ഇഷ്ടപ്പെടുവായിരിക്കും. It shows a chance or possibility. Okay, അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഓക്സിലറീസിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും. Okay, ഇപ്പം നോക്കി, ഇവിടെ നോക്കിയ sentences stating a fact. If sentence is indicating ability, she can swim. If the sentence is like this, she can swim. So it shows an ability. Sentence is showing possibility. I might go there. I might go there. Okay, ഞാൻ പോവായിരിക്കും, might. Then sentence is seeking permission. May I go there? Okay, may I go there? അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എവിടെയൊക്കെയാണ് നമ്മൾ ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസ് യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. So that is all about this thing. And now നമുക്ക് അടുത്ത ഒരു ടോപ്പിക് ആണ് would rather. It's a use, നമ്മൾ നമ്മുടെ കോൺവെർസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് would rather. ഞാൻ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ would rather യൂസ് ചെയ്യുക? Would rather is used to convey that someone prefers one thing or situation to another. എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം അതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയണേ, എനിക്ക് ചായയേക്കാൾ താല്പര്യം കാപ്പിയോടാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ would rather ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, John prefers coffee to tea. അതിന് വേറൊരു മോഡലാണ് I would rather have a cup of coffee. ചായ കുടിക്കുന്നതിനേക്കാളും ഞാനൊരു കപ്പ് കാപ്പി കുടിച്ചോളാം. ഓക്കെ, ചായനേക്കാളും I'll just prefer coffee. Okay, then John prefers coffee to tea. നമുക്ക് ഇങ്ങനെ അല്ല എങ്കിൽ നമുക്ക് വേറൊരു രീതിക്ക് പറയാം. എങ്ങനെ പറയാം? John prefers coffee to tea. അതായത് ടീയേക്കാളും John പ്രിഫർ ചെയ്യുന്നത് കോഫിയാണ്. Alright, now നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. വുഡ് റാദർ ആണ് നമുക്ക് രണ്ട് രീതിക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ വുഡ് റാദർ ആണ് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ വുഡ് റാദർ കഴിഞ്ഞിട്ട് അതിന്റെ കൂടത്തിൽ ആ ഒരു സെന്റൻസിൽ ടു എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ആവശ്യമില്ല. ടു ഇൻഫിനിറ്റീവ് അവിടെ നമുക്ക് ആവശ്യമില്ല. പകരം വുഡ് പ്രിഫർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ടു. ഓക്കെ, ടു യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, I would rather have a cup of coffee. For example, if you are taking this thing, I would rather go to house. If this is a sentence,
rather go to house. Go house. അല്ലെങ്കിൽ I would rather prefer, I would rather go to house. Okay. ഇവിടെ നമുക്ക് would rather, this too is just a preposition. You just don't have to consider that. Okay. If it is creating confusions, we'll just stop. I would prefer, I would rather. Okay. We'll just take this as an example. I would rather have apple juice. Okay, I would rather have apple juice. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടു നമുക്ക് I would rather ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ ടു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അതല്ല, നോക്കി നമ്മൾ വേറെ ഒരെണ്ണം എടുക്കുകയാണ്. I would prefer ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ I would prefer, അതിനുശേഷം നമുക്ക് എന്ത് വരണം? ഈ ടു അവിടെ മസ്റ്റ് ആണ്. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഒരു മീനിങ് I would prefer to have cold coffee. എനിക്ക് cold coffee കുടിക്കാനാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം would rather ആണെങ്കിൽ നമുക്ക് അവിടെ ടൂവിന്റെ ആവശ്യമില്ല. Would prefer ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ you should have to use to after that. Alright, so that is all about would rather the usage. Now we have, okay, now നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നൗൺ ഫ്രേസ്. നൗൺ ഫ്രേസ് പഠിച്ചു, പ്രിപ്പോസിഷണൽ ഫ്രേസ് പഠിച്ചു. നമുക്കറിയാം അഡ്ജക്റ്റീവ് എന്താണ്, അഡ്വേർബിയൽ ഫ്രേസ്, അഡ്വേർബ് എന്താണ്, സെന്റൻസ് ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ, if you are just taking this as an example, okay, ഇവിടെ നമ്മൾ നോക്കിക്കേ, examine the usage of but in the last three sentences and discuss your findings. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യണം എന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറച്ച് സെന്റൻസസ് തന്നിട്ടുണ്ട്. റോയ് went to the beach but ഇർഫാൻ stayed at home. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് and but അതുപോലെ തന്നെ or ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. but എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? റോയ് ബീച്ചിൽ പോയി, പക്ഷേ ഇർഫാൻ വീട്ടിൽ തന്നെ ഇരുന്നു. രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്യാം. ഒരാൾ ഇന്നത് ചെയ്തു പക്ഷെ മറ്റേയാൾ ഇത് ചെയ്തില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഈ പ്രിപ്പോസിഷൻ ഇത് ബട്ട് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനി യൂസ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ ബട്ട്, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, രണ്ട് സെന്റൻസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് neither nor or either or both. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ neither nor അല്ലെങ്കിൽ either or. For example, if you are taking this as an example, neither John nor his wife, okay, this is a sentence, neither John nor his wife knows what to do. Neither John nor his wife knows what to do. Okay, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നെയ്തർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, നെയ്തർ നോ. അപ്പൊ നമ്മള് ജോണിനോ അവന്റെ ഭാര്യയ്ക്കോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവന്റെ വൈഫിനോ എന്താ ചെയ്യേണ്ടത്, അപ്പൊ രണ്ടാൾക്കും അറിയില്ല. നെയ്തർ nor his wife, neither John nor his wife knows what to do. രണ്ടു പേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയയും ഇല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരുന്നത് വേറൊരു യൂസേജ് ആണ്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു യൂസേജ് ആണ് either or. Either or എന്ന് പറഞ്ഞാൽ either my mom, either my mom or my father will call. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് either, അതല്ല എങ്കിൽ or. ഓക്കെ, either നമ്മൾ യൂസ് ചെയ്തു, ഓറും യൂസ് ചെയ്തിട്ടുണ്ട്. either or, ഒന്നുകിൽ അച്ഛനോ അതല്ലെങ്കിൽ അമ്മയോ എന്നെ വിളിക്കും. സോ ദാറ്റ് ഈസ് എ യൂസേജ് ഓഫ് either or neither nor. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളോട് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് ബോത്തും നെയ്തറും യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒന്ന് നോക്കി നോക്കാം. അശോകിന്റെ കാര്യം നോക്കാം.
both Ashok and Abraham like swimming. For example, Abrahamന്റെയും അതുപോലെ തന്നെ അശോകിന്റെയും ലൈക്സ് നോക്കാം. ഇവിടെ സ്വിമ്മിംഗ് ഉണ്ട്. We have swimming here too. രണ്ടുപേർക്കും ഇത് ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് we'll be using both. Both of them like swimming. So both is used. ഇനി neither Ashok nor Abraham likes cycling. Ashok and Abraham രണ്ടുപേർക്കും ഇഷ്ടമല്ലാത്ത ഡിസ്ലൈക്സ് നോക്കിയ സൈക്ലിംഗ്. ബോത്ത് ഓഫ് ദം ഡിസ്ലൈക്ക് സൈക്ലിംഗ്. സോ നമുക്ക് എങ്ങനെ പറയാം? നെയ്തറിനോ അബ്രാഹത്തിനോ അതുപോലെ തന്നെ അശോകിനോ സൈക്ലിംഗ് ഇഷ്ടമല്ല. സോ ദാറ്റ് ഇസ് എ യൂസേജ് ഓഫ് നെയ്തർ നോർ. അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, now we have another usage. നമുക്ക് അടുത്തൊരു യൂസേജ് ആണുള്ളത് so that. നമുക്ക് അടുത്തുള്ളൊരു യൂസേജ് ആണ് so that. ഓക്കെ, അപ്പൊ നമ്മൾ സോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സെന്റൻസിൽ സോ ആണ് ഈ പറഞ്ഞ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സോ ദാറ്റും കൂടി ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, if you are taking this line, the exam was so difficult. Here so is there, so difficult that നമ്മൾ ആ ദാറ്റ് സോ ദാറ്റ് ആ ദാറ്റും അവിടെ വന്നിരിക്കണം. ദാറ്റ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഫെയിൽഡ്. അപ്പൊ എന്താ, ഒരെണ്ണത്തില് ഇറ്റ് ഷോസ് എ കോസ്, ഒരു കാരണം കാണിക്കുന്നുണ്ട്, ആൻഡ് അതിന്റെ റിസൾട്ടാ. ഒരു കാരണം എന്ന് പറഞ്ഞാൽ എക്സാം വാസ് സോ ഡിഫിക്കൽട്ട്, അതാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്താ റിസൾട്ട് ഉണ്ടായത്? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഫെയിൽഡ്. അവരെല്ലാവരും ഫെയിൽ ആയിപ്പോയി. സോ ഈ പറഞ്ഞ എക്സാം ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് അതിന് സംഭവിച്ച ഒരു റിസൾട്ട് എന്താണ്? കുട്ടികളെല്ലാം ഫെയിൽ ആയി. അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോ ദാറ്റ് ഉപയോഗിക്കുക. ഓക്കെ, സോ ദാറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരെണ്ണം ഒരു റീസണും ഒരെണ്ണം ഒരു കോസും ആയിരിക്കും. അങ്ങനെയുള്ളതിനെയായിരിക്കും നമ്മൾ സോ ദാറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, കൺസിഡറിംഗ് ദിസ് ഇസ് ആൻ എക്സാമ്പിൾ, ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി ഹാഡ് ടു ബി rushed to a hospital. അപ്പോൾ അവൻ തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടി വന്നു. ഒന്നാമത്തത് this is a cause, ഒരു റീസൺ ആണ്. and what is the result? Then the tea is so hot that we cannot drink it. Okay, but tea is so hot, ഭയങ്കര ഹോട്ട് ആയിരുന്നു. that അതുകൊണ്ട് എന്ത് സംഭവിച്ചു? what is the result? we cannot drink it. അത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. then he drove so fast, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചു, that no one could overtake him. അവൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചതുകൊണ്ട് സംഭവിച്ച റിസൾട്ട് എന്താ? വേറെ ആർക്കും അവനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം അതാണ് നമ്മുടെ സോ ദാറ്റിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ ടാബുലർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നില് റീസൺ കൊടുക്കുക ആൻഡ് നെക്സ്റ്റ് വണ്ണിലേക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കൊടുക്കുക. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നൗ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് അല്ലെ? പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു യൂസേജ് എന്നൊക്കെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഇതൊന്ന് വായിച്ചു നോക്കാം. ജംഗിൾ എയർ ക്രാഷ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ഒരു പോർഷൻ ആണത്. ഐ വാസ് സിറ്റിംഗ് ഇൻ ദ തേർഡ് റോ ഓഫ് seats from the rear next to the window and mother sat beside me and a man we didn't know on the aisle. സോ ഇവിടെ നമുക്ക് ഒരുപാട് എന്തൊക്കെ കാണുന്നുണ്ട്? പ്രിപ്പോസിഷൻസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? in, beside and from, next to, on, all of these are prepositions. എന്തായിരിക്കും? what is the function of all these words? The words in, from, next to, beside, on are prepositions. They are usually placed before a noun or noun phrases. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രിപ്പോസിഷൻസ് കാണുക ഒന്നെങ്കിൽ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസിന്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നതായിട്ടായിരിക്കും. അപ്പൊ അവരെ പറ്റി എന്തെങ്കിലും കാര്യത്തിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് ഈ പറഞ്ഞ മാതിരി വി ഹാവ് സം സെന്റൻസസ്. ഐ വാസ് ട്രാവലിംഗ് ബൈ ട്രെയിൻ. ഹിയർ ഇസ് എ പ്രിപ്പോസിഷൻ. Then ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഐ വാസ് ഡ്രസ്ഡ് in is a preposition. അതൊരു preposition ആണ്. Then here to, this is also a preposition. Then asked him where he lived, he replied that he was an actor and returning after before. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? പ്രിപ്പോസിഷൻസ് ആക്കി കണക്കാക്കാം. ഇതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. ഒരു നൗൺ എന്നുള്ളതിനെ അതിനെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പോസിഷൻ by followed by train and its word class is noun. For example, നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു പ്രിപ്പോസിഷൻ മിക്കവാറും ഒന്നെങ്കിൽ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസിനെ ഫോളോ ചെയ്തിട്ട് അതിന് മുന്നിലായിരിക്കും ഉണ്ടാവുക. അപ്പം നോക്കി, ട്രെയിൻ എന്ന് പറയുന്ന ഒരു വാക്യം അതിന് തൊട്ട് മുന്നിലാണ് ബൈ ട്രെയിൻ. അത് ഇറ്റ് കംസ് അണ്ടർ ദി വേർഡ് ക്ലാസ് ഓഫ് noun. ഓക്കെ, അപ്പൊ മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും വരിക എന്നാണ് പറയാ. A preposition can come before a noun, a pronoun, adjective used as a noun, or a noun phrase.
ഓക്കെ, അപ്പം എവിടെയൊക്കെ നമുക്ക് പ്രിപ്പോസിഷൻസിനെ കാണാം? ഒന്നെങ്കിൽ ഒരു നൗണ്ട് മുന്നേ, ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രെയിൻ പറഞ്ഞു. ഇനി അതല്ല എങ്കിൽ ഒരു പ്രോനൗണ്ട് മുന്നേ, ഹി, ഷീ, ഓർ ഇറ്റ്, ഓർ മീ, എനിത്തിങ്, ആ ഒരു പ്രോനൗണ്ട് മുന്നേ. അതുമല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ്, നൗൺ ആയിട്ട് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ്, ഫോർ എക്സാമ്പിൾ വൈറ്റ്, ആ ഒരു കളർ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അങ്ങനെയുള്ളതിന് മുന്നിലോ. അതല്ല എങ്കിൽ ഒരു നൗൺ ഫ്രേസിന്റെ മുന്നിൽ, എ സ്റ്റേജ് പെർഫോമൻസ്, അതൊരു നൗൺ ഫ്രേസ് ആണ് അല്ലെ, അതിന്റെ മുന്നിലോ നമുക്ക് ഈ പ്രിപ്പോസിഷൻസിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഇനി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് കാര്യങ്ങൾ ഈ പറഞ്ഞ രീതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ പേർപ്പസ് എന്താണ്, നമ്മൾ എന്തിനാണ് ഇതിനെ ഡിസ്കസ് വേണമെന്ന് വെക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ ഈ ഒരു ഗ്രാമർ പോർഷനിൽ പറയുന്നുള്ളൂ. വി ആർ നോട്ട് എൻറ്റയർലി ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. ഓൾ റൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രിഫിക്സ് ആസ് വെൽ ആസ് സഫിക്സ്. അതിനെപ്പറ്റി നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ something that is added to the word in the beginning. For example, if you are taking this word happy, നമ്മൾ എടുക്കുന്ന വേർഡ് ഹാപ്പി ആണെന്ന് വിചാരിക്കുക. ഹാപ്പി, ഈ ഹാപ്പിയുടെ കൂട്ടത്തില് if you are adding this prefix, അതിന് മുന്നേ നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ വേർഡ് അൺഹാപ്പി, ഒട്ടും സന്തോഷമില്ലാതിരിക്കുക. അപ്പം ഈ മുന്നിൽ ആഡ് ചെയ്ത് കൊടുത്ത ഈ അണ്ണ് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പ്രിഫിക്സ് എന്ന് പറയാം. ഓക്കെ, then if we are adding, ഇതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നെസ്, ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ, അതായത് ഒരു വേർഡിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയാം. അപ്പം ഇവിടെ ഹാപ്പി എന്നുള്ളത് ഹാപ്പിനെസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു റൂട്ട് വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സഫിക്സ് അത് പുതിയൊരു വേർഡും ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ, if you are taking the sense and its suffix എന്ന് വെച്ചാൽ സെൻസിന്റെ ബാക്കി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സഫിക്സ്. സെൻസ്, senseless, അപ്പം it comes under the word class of adjective. It is an adjective. Okay, then if we are taking this one, child, childനെ നമ്മൾ എടുക്കുകയാണ്. ish എന്ന് പറയുന്ന സഫിക്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോ നമ്മൾ എങ്ങനെ ഒരു വേർഡ് വരും, ചൈൽഡിഷ്. He has a very childish nature, which means it also comes under the adjective portion. ഭയങ്കര childish ആണ് ആള്. Okay, childish, he is very childish. Okay, so അത് നമുക്ക് ഈ പറഞ്ഞ adjective portionൽ കൊടുക്കാം. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഇപ്പൊ സെൻസ് ആണെങ്കിൽ, വർക്ക് ആണെങ്കിൽ വർക്കർ, that is a suffix. ഇനി ഐഡൽ ആണെങ്കിൽ idolize, which means it's a verb. അങ്ങനെ പറഞ്ഞ ഒരു വേർഡ് ക്ലാസ്സിലേക്ക് ആയിരിക്കും വരും. അപ്പം ഇതാണ് നമ്മുടെ സഫിക്സിന്റെയും അതുപോലെ തന്നെ പ്രിഫിക്സിന്റെയും ഈ പറഞ്ഞ ഒരു ചേഞ്ച്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുന്നേ ആഡ് ചെയ്ത് കൊടുക്കും, സഫിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശേഷം ആഡ് ചെയ്ത് കൊടുക്കും. ഇനി the addition of a suffix often changes a word from one word class to another. അപ്പം എപ്പം നമ്മൾ സഫിക്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും അതിന് ചെറിയ ചേഞ്ച് വരും. ആദ്യമേ ഇപ്പം ഒരു വേർഡ് ക്ലാസ്, ഒരു നൗൺ ആയിട്ടുള്ള സാധനം ചിലപ്പം അത് വേറൊരു വേർഡ് ക്ലാസ്, അപ്പൊ അതൊരു ചിലപ്പം ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസസ് ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ അഡീഷൻ സഫിക്സുകൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാവാം. In the table above, the verb work becomes a noun by adding ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നോക്കിക്കേ, നമ്മളിവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സഫിക്സിനെ പറ്റിയിട്ടാണ്. സഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാക്കി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പം ഒരു വേർഡിന്റെ കൂട്ടത്തിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വർക്ക് എന്നുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് വർക്കർ ആവും. വർക്ക് എന്നുള്ളത് ഇറ്റ് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് വേർബ്. ഒരു വേർബ് ആണ്, പക്ഷെ അത് രണ്ടാമത് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും അതിനൊരു വേർഡ് ക്ലാസ്സിൽ മാറ്റം വരുന്നുണ്ട്. അതെന്തായിട്ട് മാറുന്നു, വർക്കർ എന്നുള്ളത് മാറിയിട്ട് എങ്ങോട്ടേക്ക് മാറുന്നു, എന്താണ് അതായിട്ട് മാറുന്നത്, വർക്ക് എന്നുള്ളത് മാറിയിട്ട് വർക്കർ ആയിട്ട് it becomes a noun, ഒരു noun ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ the verb like becomes the adjective likable. ഇപ്പോൾ ഇവിടെ like എന്നുള്ള ഈ ഒരു verb മാറി able എന്നുള്ളതോട് കൂടി ചേർന്നപ്പോഴേക്കും അതെന്തായിട്ടാണ് മാറിയത്, likable, which means that comes under the adjective word classലേക്ക് മാറാണ്. ഇനി അതുപോലെ തന്നെ idolize എന്നുള്ളത് എന്താണ്, നൗൺ ആണ് ഐഡൽ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ സഫിക്സ് ആഡ് ചെയ്തപ്പോഴേക്കും ഒരു വേർബ് ആയിട്ട് മാറാണ്, ഐഡലൈസ് ആയിട്ട് മാറാണ്. ഇനി ചൈൽഡ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് മാറാണ്, ചൈൽഡിഷ് ish എന്ന് പറയുന്ന ആ ഒരു സഫിക്സ് വന്നപ്പോഴേക്കും. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സഫിക്സും പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ബോൾ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് എക്കോളജിസ്റ്റ്, ഓർണത്തോളജിസ്റ്റ് ഒക്കെ അല്ലേ. എക്കോളജിസ്റ്റ് someone who loves nature, someone who studies about nature. Ornithologist someone who studies or observes birds. അപ്പം അതുപോലുള്ള കാറ്റഗറൈസേഷൻസ് എങ്ങനെയാണ് ഓരോരുത്തരെ നമ്മൾ വിളിക്കുക. അപ്പം നോക്കിയ ഓർണിത്തോളജിസ്റ്റ് എന്നുള്ളത് ആഡ് ചെയ്തപ്പോൾ അവിടെ ഒരു സഫിക്സ് ആണ് വന്നത്. സോ നൗ ഇറ്റ് ഹാസ് ബിക്കം ഒരു പ്രൊഫഷനായി മാറി. അതുപോലെ തന്നെ എക്കോളജിസ്റ്റ് നോക്കുക, അതും ഒരു പ്രൊഫഷൻ, ഒരു ഇതായിട്ട് മാറുകയാണ്, ഒരു നൗൺ ആയിട്ട് മാറുകയാണ്. ഓക്കെ.
അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനെ വന്നിട്ടുള്ള വേർഡ്സും അതിൻ്റെ മീനിങ്സും വരുന്നുണ്ട്. ആന്ത്രപ്പോളജിസ്റ്റ്, മനുഷ്യൻ്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ പഠിക്കുന്ന ആൾക്കാരെ നമ്മൾ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയും. അതുപോലെ സൈക്കോളജിസ്റ്റ്, സമൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് മൈൻഡ്, വർക്കിംഗ്സ് ഓഫ് മൈൻഡ്, അതിനെ നമ്മൾ അങ്ങനെ പറയും. ഡെർമറ്റോളജിസ്റ്റ്, സമൺ ഹൂസ് ഡീൽസ് വിത്ത് സ്കിൻ ആൻഡ് അതിൻ്റെ കെയറുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയും. കാർഡിയോളജിസ്റ്റ്, സമൺ ഹൂ ഡീൽസ് വിത്ത് മാറ്റേഴ്സ് ഓഫ് ഹാർട്ട്. അതുപോലെ തന്നെ ഒഫ്താൽമോളജിസ്റ്റ്, സമൺ ഹൂ ഡീൽസ് വിത്ത് പ്രോബ്ലംസ് ഓഫ് ഐസ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ മാതിരി സഫിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് ഈ പറഞ്ഞ എന്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? സഫിക്സുകളും പ്രിഫിക്സുകളും ഉപയോഗിച്ച് പല പല വേർഡ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫൈൻ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ ടുവേർഡ്സ് ലാസ്റ്റ് പോർഷൻ. ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ നമ്മൾ സ്റ്റേവാർഡസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ ജോബ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൾറൈറ്റ്, സോ ഒന്നുമില്ല. എങ്ങനെയാണ് എന്തൊക്കെയാണ് ആൾക്കാർ? ലൈബ്രറിയൻ, ഐ സ്പെൻഡ് ടൈം വിത്ത് ബുക്സ്, ലൈബ്രറിയനോ അല്ലെങ്കിൽ സമൺ ഹൂ ലവ്സ് സർക്കസ്, അങ്ങനെ ഓരോരുത്തർക്കും ദേ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് നെയിംസ്. സോ അവരുടെ പേരുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആർ ഗ്രാമർ പോർഷൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രാമർ പോർഷനിൽ. ഒരുപാട് ഭയങ്കര ഗടാഗടിയൻ പരിപാടികളൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് സ്കോർ. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. ജസ്റ്റ് പ്രിപ്പയർ വെൽ ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വിൽ see you in the next class. Bye bye.